മണ്ണാർക്കാട് അരിയൂർ ബാങ്കിനെതിരെ സിപിഎം നടത്തുന്നത് വ്യാജ പ്രചരണങ്ങളെന്ന് ഭരണസമിതി. അരിയൂർ ബാങ്കിനെതിരെ സമരവുമായി വന്നാൽ സമാന രീതിയിൽ സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും സമരം നടത്തുമെന്നും ഭരണസമിതി അംഗങ്ങൾ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതിയുമില്ലെന്നും നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. വ്യാജ പ്രചരണങ്ങളിലൂടെ ബാങ്കിനെ തകർക്കാനാണ് സിപിഎം ശ്രമിക്കുന്നതെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. 2 വർഷം മുൻപുള്ള അന്വേഷണ റിപ്പോർട്ട് പൊടിതട്ടിയെടുത്താണ് സിപിഎം ആരോപണം ഉന്നയിക്കുന്നതെന്നും ബാങ്ക് പ്രസിഡന്റ് ഹസൻ പാറശ്ശേരി, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.എ. സിദ്ദിഖ്, വൈസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് എന്നിവർ പറഞ്ഞു. കോവിഡ് കാലത്തെ വായ്പകളിൽ പലിശയിളവ് നൽകിയതും നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായി പലിശയിൽ വർധന നൽകിയതും ബ്രാഞ്ചുകൾ കൂടിയപ്പോൾ നടത്തിയ നിയമനങ്ങളും ബാങ്കിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നാണ് സഹകരണ വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ടിലുള്ളത്. ഇതുയർത്തിപ്പിടിച്ചാണ് 2 വർഷമായി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കുപ്രചരണങ്ങൾ നടക്കുന്നത്. സഹകരണ വകുപ്പിലേക്ക് തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ച തുകയിന്മേൽ ഭരണസമിതി ഹർജി നൽകിയിട്ടുണ്ട്. സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതി മറച്ചുവെക്കാൻ അരിയൂർ ബാങ്കിനെ കരുവാക്കുകയാണ്. സിപിഎമ്മിലെ വിഭാഗീയതയാണ് പ്രചാരണങ്ങൾക്കു പിന്നിലെന്ന് ഭരണസമിതി അംഗങ്ങളായ അബ്ദുൽ ഹമീദ്, അബ്ദുൽ അസീസ്, ചേക്കു, ഹസൈനാർ, ഉമ്മർ മനച്ചിത്തുടി എന്നിവർ പറഞ്ഞു. കോവിഡ് കാലത്ത് വായ്പകൾ കുടിശ്ശികയായ, രോഗിയായ, തിരിച്ചടക്കാൻ പറ്റാത്ത ആളുകൾക്ക് വായ്പ ക്ലോസ് ചെയ്യുമ്പോഴോ പുനർവായ്പ നൽകുമ്പോഴോ കൊടുത്ത പലിശ ഇളവാണ്. ആ പലിശ ഇളവിന് അർഹതായ 254ഓളം പേർക്ക് കൊടുത്ത പലിശ ഇളവാണ് അവർ കൃത്രിമം നടത്തിയെന്ന് പറയുന്നത്. ഈ പലിശ ഇളവ് കൊടുക്കുന്നത് ഭരണസമിതി മാത്രമല്ല, കുടിശ്ശിക നിവാരണത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സംബന്ധിച്ച് അദാലത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഉത്തരവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതിയും ജീവനക്കാരും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും കൂടിയാണ് ഈ വായ്പക്കാർക്ക് പലിശ ഇളവ് നൽകുന്നത്. ആ രൂപത്തിൽ അത് ഭരണസമിതിയുടെ ഒറ്റക്കുള്ള തീരുമാനപ്രകാരമല്ല പലിശ ഇളവ്. അങ്ങനെ പലിശ ഇളവ് നൽകിയ ഇനത്തിലാണ് ഒരു 1,54,00,000 രൂപ ബാങ്കിലേക്ക് തിരിച്ചിടുക എന്നത്. ഇതൊരിക്കലും അഴിമതിയായിട്ടോ അതല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടായോ കണ്ടെത്തിയിട്ടില്ല. അത് ബാങ്കിന് നഷ്ടം വരുത്തി എന്നാണ് കണ്ടത്. മറ്റൊന്ന്, ആ അന്വേഷണത്തിൽ പറയുന്നത് നിക്ഷേപകർക്ക് 0.5% പലിശ കൂട്ടിക്കൊടുത്തു എന്നതാണ്. അങ്ങനെ നിക്ഷേപകർക്ക് ആർക്കാണ് പലിശ കൂട്ടിക്കൊടുത്തതിൻ്റെ ലിസ്റ്റും ആ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ആർക്കാണ് പലിശ വിട്ടുകൊടുത്തതില്ല, എത്ര വിട്ടുകൊടുത്തു എന്ന അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ പലിശ വിട്ടുകൊടുത്ത ഇനത്തിൽ 54,00,000 രൂപ ബാങ്ക് നഷ്ടപ്പെടുത്തി. അതും ഭരണസമിതിയിലേക്കും തിരിച്ചെടുക്കണം എന്നാണ്. അരിയൂർ ബാങ്കിനെതിരെ സമരവുമായി വന്നാൽ സമാന രീതിയിൽ സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും സമരം നടത്തുമെന്നും ഭരണസമിതി അംഗങ്ങൾ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.